ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം മീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നു എന്നായിരുന്നു ഇത്രയും നേരം നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? അറസ്റ്റ് നടപടികൾ ഇന്നുണ്ടാകുമോ? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണ്? അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നുള്ളത് സൂചനയാണ് ലഭ്യമാവുന്നത്. ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത്. ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന അറിയിപ്പ്. അത് എപ്പോഴാണ് ഇവിടെ എത്തിച്ചതെന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മൾ ഈ ഓഫീസിൽ പോറ്റിയുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അതിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം ഇവിടെ എത്തിച്ചതിന് ശേഷം ഇവിടുന്ന് കൊണ്ടുപോയോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. നമ്മൾ അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനുമായി സംസാരിക്കുന്നത്. ആ സമയത്ത് അഭിഭാഷകനാണ് അറിയിക്കുന്നത് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്, ഇവിടെ ഓഫീസിലുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ നീളുകയാണ്. രാവിലെ കസ്റ്റഡിയിലെടുത്താണ്. അതിന് ശേഷം ഏറെ മണിക്കൂറോളം ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ച് തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി എന്നുൾപ്പെടെയുള്ള ചില സംശയങ്ങൾ വന്നിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി ഇവിടെ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് മറ്റു നടപടികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് റാന്നി കോടതിയാണ്. റാന്നിയിലേക്ക് കൊണ്ടുപോകും, പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും എവിടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുകയും ചെയ്തിരുന്നു. അത്തരൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കുറച്ച് ക്ലാരിറ്റി വരുന്നത്. എന്തായാലും കുടുംബത്തെ അറിയിച്ച ഒരു വിവര അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഇവിടെയുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. അക്കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എവിടെയാണ് കൊണ്ടുപോയെന്ന് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നൽകിയിരുന്നില്ല. കുടുംബാംഗങ്ങൾ പോലും അത്തരത്തിലുള്ള ഒരു ആശങ്കയാണ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നത്. കാരണം ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഒരു വിവരവും നൽകിയിരുന്നില്ല എന്നൊരു സംബന്ധിച്ച വാർത്തകളും ഒക്കെ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ്, ഇത്തരം ആശങ്കകൾക്കിടയിലാണ് ഈ കുടുംബാംഗങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈഞ്ചക്കലിലുള്ള ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഇവിടെ പൂർത്തിയായാലും അത് ഇന്നത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് കരുതാൻ കഴിയില്ലല്ലോ സിജോ. കാരണം അനവധി കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വരാനുണ്ട്. നിരവധി കാര്യങ്ങളുടെ ദുരൂഹത ഇപ്പോഴും ചുരുളഴിയാനുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ പ്രതീക്ഷിക്കണം. തീർച്ചയായും കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. കാരണം പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. പരമാവധി വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിൻ്റെ രേഖകൾ പരിശോധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അത്തരം കാര്യങ്ങളിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് നിലയിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രാഥമിക ഘട്ടം നിലയിൽ ചോദ്യം ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് വീണ്ടും മറ്റ് പ്രതികളിലേക്ക് പോവുക. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തേടുക എന്നുള്ളത് തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീളുകയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം 470 ഗ്രാം സ്വർണ്ണത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണം വാങ്ങിയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൽപേഷാണ്. ആ കൽപേഷ് ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ആരുടെയൊക്കെ സഹായങ്ങളാണ് ഇതിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന കാരണം ഈ ഒരു പേര് പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതാരാണ്, ഇയാൾ എവിടുത്തുകാരനാണ്, ഇയാളും ഈ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണമോ വ്യക്തതയോ വന്നിട്ടില്ലല്ലോ.
നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് കൽപേഷ്. അയാൾ ഏത് സ്വദേശിയാണ്, എവിടെ നിന്നുള്ള ആളാണെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇത് ഉരുക്കിയ സ്വർണം ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷായിരുന്നു. അത്തരം വിവരം മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലാണ് രണ്ടാം പ്രതിയാക്കി കൽപേഷിനെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളിൽ ഇയാളുടെ ഒരു പങ്ക് വിവരങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ഒരാളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ടാണ് പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ തേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ ദേവസ്വം ബോർഡുകളെയൊക്കെ നോക്കുകയാണെങ്കിലും ബോർഡുകളൊക്കെ മാറി മാറി വരുന്നുണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇയാൾക്ക് കൃത്യമായൊരു സ്വാധീനം എല്ലാ ബോർഡുകളിലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഇയാൾ തന്നെയാണ് ഈ വിഷയത്തിലെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ ആയിരിക്കുമോ അന്വേഷണ സംഘം, സിജോ? ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഇതിൻ്റെ ഒരു ആസൂത്രണവും അതെല്ലാം നടത്തിപ്പും ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഇനി കൂടുതൽ സഹായം, മറ്റെന്തെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് തുടർ പരിശോധനകളിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രാഥമികമായി ഉള്ള എഫ്ഐആറിൽ 9 ഉദ്യോഗസ്ഥരെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് വ്യക്തമാക്കുന്ന, വീഴ്ചകൾ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത്. മുരാരി ബാബുവാണ് ഇതിൽ ഓർഡർ, ആദ്യം സ്വർണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഓർഡർ ചെമ്പാക്കി എന്നുള്ള രീതിയിൽ എഴുതുകയും ചെയ്യുന്നത്. അതിനുശേഷം ജയശ്രീയാണ് ഈ ഉത്തരവ് തിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടൂ എന്ന് പറഞ്ഞു അത്തരത്തിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഓർഡർ വരുന്നത്. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണർമാരായിട്ടുള്ള ആളുകളുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ബൈജു ആണ്. ബൈജു ഈ ഇതിൻ്റെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ചുമതല നിർവഹിച്ചില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല താനും. പിന്നെ ഈ ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആളെന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ് ഈ ചെന്നൈയിലെത്തി, സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി ഈ സംഭവം ഇതിൻ്റെ പരിശോധനകൾ നടത്തുന്നത്. അതിനുശേഷം തൂക്കത്തിലൊക്കെ വ്യത്യാസമുണ്ടാകുന്നു. അതൊന്നും കൃത്യമായി രേഖപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രാഥമിക നിലയിൽ അന്വേഷണം SITയുടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഹൈദരാബാദിലും ചെന്നൈയിലും ഉൾപ്പെടെ എത്തി തെളിവുകൾ ശേഖരിച്ചു, രേഖകൾ ശേഖരിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഏറ്റവും അവസാന ഘട്ടം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുന്നത്. കൃത്യമായ ചോദ്യം തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് SITയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, സിജോ വിജോനാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലും ഒരു വ്യക്തത വരാനുണ്ട്.